എല്ലാവർക്കും നമസ്കാരം. ഗീതാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള ദോശയും ചമ്മന്തിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ചുവന്ന കടല അരക്കപ്പ്, പിന്നെ വൻപയർ അരക്കപ്പ്, പിന്നെ വൻപയറിൻ്റെ തന്നെ വെള്ളപ്പയർ കിട്ടും, അതും അരക്കപ്പ്, പിന്നെ അതുപോലെ തന്നെ ചെറുപയർ അരക്കപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മുതിരയും കൂടെ ചേർത്തിരുന്നു, അത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിനുശേഷം ഞാൻ ഒരു നനഞ്ഞ വെള്ളത്തോർത്താണ് എടുത്തേക്കുന്നത്, അതിലേക്ക് വാരി പയറുകൾ ഇട്ട് വയ്ക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി വയ്ക്കണം. ഇത് നമുക്ക് മാറ്റി ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്ത് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിലെടുത്ത് വയ്ക്കാം. അപ്പം ഞാനിതുപോലെ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ഇടയ്ക്ക് നനവ് തട്ടാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി അതിൻ്റെ പുറത്ത് നമ്മൾ നനച്ച് കൊടുക്കണം. അതിനുശേഷം ഞാൻ 2 ദിവസമാണ് ഇതിങ്ങനെ പയർ ഞാൻ മുളപ്പിക്കാനായിട്ട് വെച്ചത്. നല്ലപോലെ കിളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ദേ 1 കപ്പ് പയർ മുളപ്പിച്ചത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന മുളപ്പിച്ച പയറുകൾ ഞാനൊരു ടൈറ്റായിട്ടുള്ളൊരു ബോക്സിനകത്തെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഒരാഴ്ചയോളം നമുക്കത് ഉപയോഗിക്കാം. ഇനി നമുക്ക് 5 ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്, അത് നമുക്ക് ചെറുതായിട്ട് ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പച്ചമുളകാണ് എടുക്കുന്നത്, ഒരു 3 പച്ചമുളകും അതും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടി ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. റാഗിപ്പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പാകത്തിന് വേണം എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. തവയൊന്ന് ചൂടാകട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഞാനിപ്പോൾ സവോള വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മറിച്ചിട്ടിട്ട് ഇത് വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ദോശ ഇതുപോലെ ചുട്ടെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സവോള വെച്ചൊന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം ഞാൻ ഒരു വശം നേരത്തെ മറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഒരു വശവും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് കപ്പലണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ചെറിയ കളർ വരുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഒരുപാട് മൂത്തൊന്നും പോകരുത്. അത് അതിൻ്റെ പാകം ഞാൻ കാണിക്കാം. ഈ ഒരു പാകത്തിൽ വേണം എടുക്കാൻ. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് 2 പിടിയോളം പുതിനയിലയാണ്, അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇലയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പിടിയോളം ഉണ്ട് മല്ലിയില, അതും വൃത്തിയാക്കി അതും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയുണ്ട്. 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് രുചി നോക്കിയിട്ട് പറയാം. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ റെസിപ്പി അടിപൊളിയാണ്. ഒന്നുണ്ടാക്കി നോക്കണം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം.
താങ്ക് യു ഫോർ വാച്ചിങ്.